ട്യൂട്ടോറിലൊക്കെ പോയാണ് ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ഒരു ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാനും. എന്താ പറയുക, അടി കൊടുക്കുന്നതായാലും ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പൊ നോക്കിയിരുന്നാലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പേപ്പർ നമ്മളൊക്കെ അറിയാലോ, അതുപോലെയായിരുന്നു. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഞാനും കാണിക്കുന്നത്. അത് തന്നെ. പിന്നെ ഇപ്പോ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ ടീച്ചേഴ്സ് ഒന്നും വഴക്ക് പറയാറില്ല, അടി കൊടുക്കാറില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഉള്ള കുട്ടികൾ കാണുമ്പോ അവർക്കൊക്കെ എന്താ പറയണ്ടേ, ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ പണ്ടെന്നുള്ള രീതി. നമ്മുടെ ഇപ്പം സ്റ്റാർ മാജിക്കില് കുറച്ച് ആൾക്കാരെ എടുക്കുവാണെങ്കിൽ അവര് ഏത് സബ്ജക്ട് പഠിപ്പിക്കും? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അതിനകത്ത് ആര് പഠിപ്പിച്ചാലായിരിക്കും അടിപൊളിയാവുന്നത്? ലക്ഷ്മി ചേച്ചി. മാത്സ് ഡയാന. PT PT നമ്മുടെ അസീസിക്ക. പൊളിയായിരിക്കും. ഹിസ്റ്ററി അവിടെയാണോ ചോദിക്കുന്നത്? സ്റ്റാർ മാജിക്കിലെ അടിപൊളി. അപ്പം ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഹൃദയകുമാരി ടീച്ചറിന്റെ ഫാൻസിന് എന്താണ് റെസ്പോൺസ്? മിക്കവരും ഇപ്പം സ്റ്റാർ മാജിക്കിലൂടെയാണ് അറിഞ്ഞത്. അപ്പൊ ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ഈ ഹൃദയ ടീച്ചറിന്റെ കുട്ടികളുണ്ടല്ലോ പിള്ളേര്, അവരൊക്കെ ചോദിക്കും ഹൃദയ ടീച്ചർ. അവർക്ക് ഭയങ്കര പേടിയാണ്, നേരിട്ടും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ സ്റ്റാർ മാജിക് കണ്ടിട്ട് അവർക്കറിയാം ജസ്റ്റ് അഭിനയിക്കാനാണെന്നൊക്കെ. പിന്നെ എവിടെ പോയാലും എന്താ പറയുക, അടിപൊളിയാണ്, സൂപ്പറാണ്, പിന്നെ എപ്പിസോഡ് നിർത്തരുത്, ഇനിയും കൊണ്ടുവരണം എന്നൊക്കെ പറയാറുണ്ട്. ഈ ഓൺലൈനിൽ കൂടെ ഇഷ്ടംപോലെ പ്രപ്പോസൽസ് വരാറുണ്ടോ? ഇല്ല, അങ്ങനെ വരാറില്ല. ആരും അങ്ങനെ ഇഷ്ടമാണെന്ന് പോലും പറയാറില്ല. ഇല്ല, എല്ലാരും വളരെ ഡീസന്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഡയറക്റ്റ് നോക്കിട്ട് ഒരു പുച്ഛഭാവം വരാറില്ലേ? എന്താ പറയി, എന്താ പറ്റി? അവൻ തന്നെ 5 അയച്ചിട്ടുണ്ടെന്ന് ഗോകുല് പറയുന്നത്. ആണോ? വേറെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലേ, ഫേക്ക് അക്കൗണ്ടിൽ. ഞാൻ അറിഞ്ഞില്ല. ഇല്ല, ഞാൻ നോക്കുന്നതാണല്ലോ. അല്ല, സത്യമായിട്ടും എനിക്ക് അങ്ങനെ എന്തോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് ഇതൊക്കെ പിന്നെ പറയാനുള്ളതാ. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഈ കോളേജ് പഠിക്കുന്ന ടൈം വരെ ഈ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പം ഈ ഫീൽഡ് വന്നതിന് ശേഷം പറയാൻ പേടിയായിരിക്കും ചിലപ്പോ. വീട്ടിൽ വരാറുണ്ട് കല്യാണാലോചനയൊക്കെ, അല്ലാണ്ട് നേരിട്ട് വന്നിങ്ങനെ ഇഷ്ടമാണെന്നും ആരിപ്പോ വന്ന് പറയാറില്ല. അത് എനിക്ക് എനിക്ക് സെയിം ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. ആണല്ലേ? എന്ന് പറഞ്ഞിട്ട് വരണോന്നല്ല പറയുന്നത്. അല്ല, റിയലായിട്ട് മുഖത്ത് നോക്കി എനിക്ക് ഇഷ്ടമാണ്, വീട്ടില് കല്യാണം ആലോചിക്കാൻ വരട്ടെ, അങ്ങനെ. അത് ചേച്ചിയുടെ കോൺസെപ്റ്റിലെ പയ്യൻ എങ്ങനെയാ? അല്ല, എനിക്ക് അങ്ങനെ നല്ല പയ്യനായിരിക്കും, നല്ല സ്വഭാവമായിരിക്കണം, എന്നെ പൊന്നോട് സ്നേഹത്തോടെ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഹൃദയകുമാരി ടീച്ചറിന്റെ പിള്ളേരൊക്കെ ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പൊ ടീച്ചറെ നമുക്ക് അവരെയും കൊണ്ട് പിന്നെ ഉറപ്പായിട്ടും ട്യൂട്ടോറിയൽ പോയാലോ? അവിടെ പോയി ബാക്കി വിശേഷങ്ങൾ അറിയാം. ഹലോ, അപ്പം ഇതാണ് നമ്മുടെ ഹൃദയകുമാരി ടീച്ചറിന്റെ സ്മോൾ ആൻഡ് സ്വീറ്റ് സെറ്റ്. നമ്മുടെ ഡയറക്ടർ സാറ്, ക്യാമറ എല്ലാം റോയ് ചേട്ടൻ, പ്രൊഡ്യൂസർ ഇതിനകത്തെ അഭിനേതാവ് തന്നെയാണ് ഹരി. അതെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാ. പിന്നെ നമ്മുടെ മെയിൻ ടീച്ചർ, പിന്നെ റൈറ്റർ ഇവിടെ